കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് റിലീസ് ചെയ്തു. ആ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റിന് ടാഗ് ലൈൻ എന്ന് പറയുന്നത് എവറിത്തിങ് യു നീഡ് നത്തിങ് യു ഡോണ്ട് എന്നായിരുന്നു. അതായത് നിങ്ങൾക്ക് വേണ്ടത് തരുന്നു, നിങ്ങൾക്ക് വേണ്ടാത്ത തരുന്നില്ല. ആക്ച്വലി ഈ ഒരു ടാഗ് ലൈൻ ഇട്ടത് വേറൊരു ബ്രാൻഡിനെ താങ്ങിയിട്ടാണ്. ആ ബ്രാൻഡ് പറഞ്ഞത് എവറിത്തിങ് യു നീഡ് എന്ന് പറഞ്ഞൊരു ഫോണാണ്. അതായത് അങ്ങനെ ഒരു ടാഗ് ലൈനിൽ ഒരു ഫോണാണ് അവർ ഇറക്കിയത്. അവരെ ജസ്റ്റ് ഒന്ന് ട്രോൾ ചെയ്യുന്ന രീതിയിൽ എവറിത്തിങ് യു നീഡ് നത്തിങ് യു ഡോണ്ട് എന്ന് പറഞ്ഞാണ് മറ്റേ ബ്രാൻഡ് ഇറക്കിയത്. ഓഫ് കോഴ്സ് ബ്രാൻഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പോക്കോ N1+ ആണ്. പോക്കോ F1ൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വേണ്ടത് മാത്രമേ അവർ തന്നുള്ളൂ. കുറേ ആൾക്കാർക്ക് ചില ഫീച്ചേഴ്സ് യൂസ്ലെസ് ആണ്. സോ പക്ഷേ ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും യൂസേജ് ഉള്ള ഫീച്ചർ കൊണ്ടുവരികയാണെങ്കിൽ അത് എല്ലാവർക്കും സന്തോഷമാണ്. നിങ്ങൾക്ക് വേണ്ടത് തരിക, വേണ്ടാത്തത് തരണ്ട, നമ്മൾ ചോദിക്കുന്നുമില്ല. അപ്പോൾ ഈ വേണ്ടത് തരിക വേണ്ടാത്തത് തരണ്ട എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്രാൻഡാണ് ഐക്യുവിൻ്റെ പുതിയ ഫോണായിട്ട് ഇനി ഇന്ത്യയിൽ ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോണാണ് Neo 9 Pro. ഐക്യു Neo 9 Pro. അപ്പോൾ ഐക്യു Neo 9 Pro എന്തായാലും കൺഫേം ആയിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. കാരണം അവിടെ ആമസോണിൽ ആ ഒരു ഫോണിൻ്റെ ലോഞ്ച് പേജൊക്കെ വന്നിട്ടുണ്ട്. സോ എല്ലാം സെറ്റാണ്. അപ്പോൾ ചൈനയിൽ ഓൾറെഡി ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ചൈനയിലുള്ള സ്പെസിഫിക്കേഷൻ തന്നെ ഓൾമോസ്റ്റ് ഇവിടെ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പെസിഫിക്കേഷനെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത്. അത് ഈ ഒരു ഫോണിൽ വരാൻ സാധ്യതയുള്ള സ്പെസിഫിക്കേഷനെ പറ്റി ആദ്യമേ തന്നെ പറയട്ടെ. കൺഫേം ആയിട്ടും സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുക. അതായത് കഴിഞ്ഞ വർഷത്തിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റും മോസ്റ്റ് പ്രോബബിളി ഫാസ്റ്റസ്റ്റ് ആൻഡ്രോയിഡ് ചിപ്സെറ്റും കൂടിയാണ്. വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ്. കാരണം 8 Gen 3 കഴിഞ്ഞാൽ പിന്നെ 8 Gen 2 ഉള്ളൂ. പക്ഷേ സ്റ്റേബിൾ ആൻഡ് ഫാസ്റ്റസ്റ്റ് ഒരു രീതിയിൽ 8 Gen 3-നേലും കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്ന 8 Gen 2 ആയിരിക്കും. കാരണം റേറ്റും കുറവാണ്, പവറും ഉണ്ട്, സ്റ്റേബിളും ആണ്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കാം. ഡിസ്പ്ലേയിൽ നമുക്ക് ലഭിക്കുന്ന 6.78 ഇഞ്ചിന് ഒരു 1.5K റെസൊല്യൂഷനുള്ള OLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 1400 നിറ്റ്സിൻ്റെ മിനിമം ബ്രൈറ്റ്നസ് ഉണ്ട്. അതായത് നോർമലി ഈ ഒരു ഫോൺ 1400 വരെ നിൽക്കും. മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ 3000 നിറ്റ്സ് ആണ്. അതായത് ഒരു ഫോണിൻ്റെ ചെറിയ ഭാഗത്തായിട്ട് HDR കണ്ടന്റ് പ്ലേ ചെയ്യുമ്പോൾ ചെറിയൊരു ഭാഗത്തായിട്ട് 3000 നിറ്റ്സ് വരും. അങ്ങനെയാണെങ്കിൽ 3000 നിറ്റ്സ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി അതൊരു തള്ളാണ്, ഗിമിക്കാണ്. സോ ഡിസ്പ്ലേ പോയിന്റ് ഓഫ് വ്യൂവിൽ ഐക്യു Neo 7 Pro 8 Pro ലോഞ്ച് ചെയ്തതെന്ന് തോന്നുന്നു ചൈനയിൽ. ഇപ്പോൾ 7 Pro വെച്ച് നോക്കുകയാണെങ്കിൽ 7 Proയ്ക്കകത്ത് 120 Hz സെയിം സിമിലർ AMOLED ഡിസ്പ്ലേ ആണ്. പക്ഷേ LTPO അല്ലായിരുന്നു, ഇത് LTPO ആണ്. സോ ഡിസ്പ്ലേയിൽ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട്. 1.5K ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല, കാരണം 1080p ആയാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ 1.5K തന്നു, സന്തോഷം. റെഡ്മിക്കകത്ത് ഞാൻ പറഞ്ഞു 1.5K ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ബാറ്ററി കൺസപ്ഷൻ ഉണ്ട്. സിമിലർലി ഇവിടെ നമുക്ക് LTPO ആയതുകൊണ്ട് തന്നെ ബാറ്ററി കൺസപ്ഷനൂടെ ബാലൻസ് ആവും. മൊത്തത്തിൽ പറഞ്ഞാൽ ഡിസ്പ്ലേയിൽ സെറ്റാണ്. LTPO ആയതുകൊണ്ട് തന്നെ റിഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ബാറ്ററി കൺസപ്ഷൻ കുറയും. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് ആൻഡ് സ്റ്റേബിൾ ചിപ്സെറ്റ് ആൻഡ് വാല്യൂ ഫോർ മണി കറന്റ്. കാരണം ഈ വർഷം വാല്യൂ ഫോർ മണി ആവും, കഴിഞ്ഞ വർഷം അത് എക്സ്പെൻസീവ് ആവുള്ളൂ. അടുത്ത വർഷം 8 Gen 3 റേറ്റ് കുറയും, സ്വാഭാവികം. ദാറ്റ്സ് അങ്ങനെയാണ്. പക്ഷെ ഒരിക്കലും പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് എന്ന രീതിയിൽ 8 Gen 3 വെച്ച് ഒരു ഫോൺ 30,000 വരത്തില്ല, അല്ലെങ്കിൽ 35,000 വരത്തില്ല. കാരണം കാലം മാറി. പോക്കോ F1 പോലെ ഇനി ഒരു ഫോൺ ഇല്ല. LPDDR5X RAM ഉണ്ട്, UFS 4.0 ഉണ്ട്. എവറിത്തിങ് യു നീഡ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് വരുന്നു. കാരണം LPDDR5X എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് ടെക്നോളജി ഇവിടെ തന്നു, UFS 4.0 തന്നു. അതിന് തന്നെ ബിഗ് ക്ലാപ്പാണ്. കാരണം ആ ഒരു ചിപ്സെറ്റിന്റെ ഫുൾ പവർ നമുക്ക് കിട്ടും. ഫുൾ പവർ, ഒരു പ്രശ്നവുമില്ല. ആൻഡ്രോയിഡ് 14 ഉണ്ട്. ഇപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, ബീസ്റ്റാണ്. ഗെയിമിംഗ് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, എന്ത് പണ്ടാരോടായാലും സുഖമായിട്ട് ഓടും. ക്യാമറയിലാണെങ്കിലും നമുക്ക് ഷട്ടർ ലാഗ് ഇല്ലാതെ പടപടാന്ന് ഫോട്ടോ എടുക്കാം, ഒരു ലാഗും വരത്തില്ല, കൺഫേം, ഗ്യാരണ്ടി. സോഫ്റ്റ്വെയർ നന്നാക്കണത് വേറെ. എനിവേ ക്യാമറയിലേക്ക് വരാണെങ്കിൽ ഇവിടെയും ഐക്യുവിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അവർ ഹാർഡ്വെയറിൽ സോണി ഉപയോഗിക്കില്ല എന്നുള്ള. അതായത് അവർ കൂടുതലും സാംസങ് ആണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ സോഫ്റ്റ്വെയർ വിവോയുടെ കുറേ സഹായങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ക്യാമറ നല്ലതുമാണ്. അവർ ഏത് സെൻസർ വെച്ചാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ബാക്കി കമ്പനികൾ പോലെ അല്ല. അറ്റ്ലീസ്റ്റ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു വാല്യൂ തരുന്ന രീതിയിൽ. Neo 7 Proയുടെ ക്യാമറ എനിക്കിഷ്ടമായിരുന്നു. Neo 9 Proയ്ക്കകത്ത് നമുക്ക് ഓൺ പേപ്പർ തന്നെ അവരൊരു പ്രതീക്ഷ ആയിരുന്നു. സോണിയുടെ IMX 920 എന്ന് പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സോണി സെൻസർ ആണ് തന്നിരിക്കുന്നത്. 8 MP അൾട്രാ വൈഡ്. സന്തോഷം, പ്രഹസനമില്ല, പക്ഷേ പെരിസ്കോപ്പും ഇല്ല. ക്യാമറ കാറ്റഗറിയിൽ സോണി തന്നു, നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ IP54 ആണ്, 68 അല്ല. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, Wi-Fi 7, Bluetooth 5.3, അങ്ങനെ കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ ലീനിയർ മോട്ടർ ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. അതായത് എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ട് വേണ്ടത് തന്നിട്ടുണ്ട്. 3.5mm ജാക്ക് ഇല്ല, നെഗറ്റീവ് ആണ്. ശരി, 5000 mAh ബാറ്ററി, 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ, എല്ലാം ഓക്കെ. ചൈനയിൽ പ്രൈസ് ആണ് എനിക്ക് എപ്പോഴും കണ്ണ് തള്ളിപ്പിക്കുന്ന പ്രൈസ്. 12GB 256GB പ്രൈസ് എന്ന് പറയുന്നത് 2299 yuan ആണ്. അതായത് 27,215 രൂപ. ഇനി ചില സമയത്ത് അതായത് ലോഞ്ച് ചെയ്ത ടൈമിൽ വിനിമയ നിരക്ക് വെച്ച് 26,800 ആയിരുന്നു. ഇപ്പം വിനിമയ നിരക്ക് മാറിയതുകൊണ്ട് ഇപ്പോൾ നോക്കുക, ഈ ഫോണ് ഈ സ്പെസിഫിക്കേഷൻ വെച്ച് ഈ ഫോണിൻ്റെ പ്രൈസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ
പക്ക പെർഫെക്റ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യം, ഇന്ത്യ വരുമ്പം ബ്രോ ഭയങ്കര റേറ്റ് കൂടുമോ? നിങ്ങളൊരു 5000 കയറ്റി പിടിച്ചാൽ എത്ര വരും? 27,000 5000 കൂട്ടിക്കഴിഞ്ഞാൽ 32,000 വരും. 32,000 ലോഞ്ച് ചെയ്താൽ നമ്മളെല്ലാം ആശ്ചര്യപ്പെട്ടു പോകും. പക്ഷേ 32,000 പോട്ടെ, 35,000 ഇത് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം 7,000 രൂപ കൂട്ടിയാലും ടാക്സും എല്ലാം കൂടെ ചേർത്ത് 7,000 വെച്ചാലും ഈ ഫോൺ വാല്യൂ ഫോർ മണിയാണ്, പക്കാ വാല്യൂ ഫോർ മണിയാണ്. ഇനി അതും കഴിഞ്ഞ് ഇനിയും അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ 38,000 വെച്ചാലും ഈ ഒരു ഫോണിനെ വെല്ലാൻ വേറെ ഫോൺ ഇല്ല. അതാണ്. പക്ഷെ 40,000 വെച്ചാൽ ഇറ്റ്സ് എ ഡീസൻറ്റ് പ്രൈസിംഗ് എന്ന് ഞാൻ പറഞ്ഞു. കാരണം 8 Gen 2 വെച്ചിട്ട് 40,000 വെച്ച് ആൾക്കാർ മേടിക്കും. പക്ഷേ ഒറിജിനൽ ചൈനീസ് പ്രൈസ് വെച്ച് വാല്യൂ ഒരു 36, 37 വെച്ചാൽ പോലും പ്രശ്നമില്ല. 40 ആയാലും ഡീസൻ്റ് ആണ്. അതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത. ഈ ഒരു ഫോൺ 40,000 താഴെ എവിടെ കൊണ്ട് വെച്ചാലും പെർഫെക്റ്റ്ലി പ്രൈസ്ഡ് ആണ്. അതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത. കാരണം ചൈനീസ് പ്രൈസ് ഓൾറെഡി വന്നു നമുക്ക്. പക്ഷേ ചൈനീസ് പ്രൈസ് ഒരു 30-35 ഒക്കെ ആയിരുന്നെങ്കിൽ ഇത് 45-ന്റെ മുകളിലേക്ക് കയറിപ്പോയാണ്. റെഡ്മിയുടെ പ്രശ്നം അതല്ല. 13 Pro Plusൽ ഇവിടെ ചൈനയിൽ ലോഞ്ച് ചെയ്ത പ്രൈസും ഇവിടെ ലോഞ്ച് ചെയ്ത പ്രൈസും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് ഒരിടത്തുനിന്നും വേറൊരു റേഞ്ചിലേക്കാണ് പോയേക്കുന്നത്. ഭയങ്കര കൂടുതലാണ്. കൂടാതെ അവരുടെ എനിക്കറിയില്ല അവരുടെ കൺവേർഷൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 3,000 രൂപയുടെ വ്യത്യാസം 4,000 രൂപയുടെ വ്യത്യാസം വരാറുണ്ടായിരുന്നുള്ളൂ ചൈനീസ് പ്രൈസും ഇന്ത്യൻ പ്രൈസും. ഇപ്പൊ ഭയങ്കര ഡിഫറൻസ് ആണ്. നമ്മളിവിടെ ഒരു 7,000 ഗ്യാപ്പ് ഇട്ടാൽ പോലും 35,000 വരുള്ളൂ. അതായത് 27,000 നിന്ന് ഒരു 7,000 വെച്ചാൽ 34,000 35,000 വരുള്ളൂ. ആ പ്രൈസ് പോലും ഇറ്റ്സ് വെർത്താണ്. അപ്പം പക്ക അടിപൊളി ആയിരിക്കണം ഇത് വരുമ്പോൾ. കാരണം എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നിയോൺ 7 Pro എനിക്ക് കഴിഞ്ഞ വർഷം നല്ല പ്രതീക്ഷയായിരുന്നു. അവസാനം നമുക്കൊരു ഭാഗ്യം കൊണ്ട് നമ്മളത് എടുക്കുകയും ചെയ്തു. സാറ്റിസ്ഫൈഡ്, 100% സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ എനിക്ക് ആ ഫോൺ മീൻസ് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ അതിൻ്റെ എല്ലാ യൂസ് കേസിലും എനിക്ക് നീഡില്ല. ഇപ്പോൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞ യൂസ് കേസ് അതിനകത്തുണ്ട്. പക്ഷേ ഞാൻ ഗെയിം കളിക്കാറില്ല. അതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അതെന്താണെന്നുള്ള ഒരു സെറ്റപ്പ് വെച്ച്. അപ്പം നോക്കിയിട്ട് എവറിത്തിങ് യു നീഡ് ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് ഉണ്ട്, ഡിസ്പ്ലേ ഹൈടെക് ആണ്, ക്യാമറ എല്ലാം ഹാർഡ്വെയർ അടിപൊളിയാണ്. നത്തിങ് യു ഡോണ്ട്, അതായത് കേർവ്ഡ് ഡിസ്പ്ലേ ഇല്ല. അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർക്ക് ഇഷ്ടമാണ്. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ചിന്തിക്കുന്നത് ഡിസ്പ്ലേ താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കാശുണ്ടോ എന്നാണ്. കാശുണ്ടെങ്കിൽ ഞാൻ കേർവ്ഡ് എടുക്കും, കാരണം ലുക്കാണ്. പക്ഷെ കാശില്ലെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ഫ്ലാറ്റേ പ്രിഫർ ചെയ്യുള്ളൂ. ഇതിന് 8,000 ആണെങ്കിൽ അതിന് 16,000 രൂപയായിരിക്കും ഡിസ്പ്ലേ പോയ. ആ ഒരു ചിന്ത വെച്ച് ഇനി വേറെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ തന്നോ, ഡോൾബി ആറ്റ്മോസും ഡോൾബി വിഷനും വേണ്ട. എനിക്ക് ഒരു നിർബന്ധവും. ഫ്രണ്ടിൽ 4K ഇല്ല, ശരിയാണ്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ആയേനെ. പെരിസ്കോപ്പ് ലെൻസും IP റേറ്റിംഗും വയർലെസ് ചാർജിങ്ങും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ദിസ് കുഡ് ബി ദ ഫ്ലാഗ്ഷിപ്പ് കില്ലർ. പെർഫെക്റ്റ് ഫ്ലാഗ്ഷിപ്പ് ആയേനെ, അല്ലെങ്കിൽ ഒരു പരിധിവരെ ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് കില്ലറാണ്. പക്ഷേ ഈ 3 സാധനങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫ്ലാഗ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഒരു 75% ഇറ്റ്സ് ഫ്ലാഗ്ഷിപ്പ്. 8 Gen 3, 8 Gen 2 വരെ 8 Gen 3 ആണെങ്കിൽ ഇത് വേറൊരു പോക്കോ എന്ന രീതി ചരിത്രം നമുക്ക് കുറിക്കായിരുന്നു. പക്ഷേ നോ, അതിനുള്ള പോസിബിലിറ്റി ഇല്ല. ഇനി ഇറങ്ങുന്ന ഫോൺസൊക്കെ ഈ റേഞ്ചാണ്. ഫ്ലാഗ്ഷിപ്പ് കില്ലർ 75% എന്ന് വേണമെങ്കിൽ പറയാം. അതാണ്. എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ലീക്ഡ് വീഡിയോയ്ക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം എനിക്ക് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. കൂടാതെ ലോഞ്ച് പേജിൻ്റെ വന്ന് കുറേ ഹൈപ്പ് വരുന്നുണ്ട്. അപ്പം ഈ ഹൈപ്പ് എനിക്ക് റിയൽ ആയിട്ട് തോന്നുന്നു. ഇനി ഫോൺ വന്നു കഴിഞ്ഞ് ഓഫ് കോഴ്സ് ഞാൻ ഇത്രയും തള്ളിയതൊക്കെ ഫോൺ വന്നു കഴിഞ്ഞ് ഫോൺ മേ ബി പൊട്ടയാം, യൂസർ എക്സ്പീരിയൻസ് പൊട്ടയാൽ മൊത്തത്തിൽ പോകും. മനസ്സിലായി. നമ്മുടെ ഈ സ്വഭാവം പോയി കഴിഞ്ഞാൽ എല്ലാം പോകുമെന്ന് പറയുന്ന പോലെ, ക്യാരക്ടർ പോയി കഴിഞ്ഞാൽ എല്ലാം പോകുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ സോഫ്റ്റ്വെയർ പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. ഇതൊക്കെ വെറുതെ തള്ളായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ മറന്നു പോകുന്നത് പിന്നെ മറന്നു പോവാണ്. കറക്റ്റ് 85 ഫാമിലി മെമ്പേഴ്സിലുണ്ട്. വി വിൽ ബി 50K ആൻഡ് ആ ഒരു സാധനത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ദാറ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്. ഞാൻ ലാസ്റ്റാണ് പറയുന്നത്, ആദ്യമേ പറയേണ്ടായിരുന്നു, മറന്നുപോയി. കഴിഞ്ഞ വീഡിയോക്കാണ് ഞാൻ പറഞ്ഞുമില്ല. ആ വീഡിയോ ചെറിയ റീച്ചും കയറി. ഇതാണ് എനിക്ക് മനസ്സിലാത്തത്. എനിവേ എന്തായാലും നല്ല പ്രതീക്ഷയുണ്ട്. 35-നാണെങ്കിൽ പോലും ദിസ് വർത്ത്. റെഡ്മി നോട്ട് 13 Pro Plus ആലോചിച്ച് തലയിൽ വെച്ചിരിക്കുന്നവർ ദയവേദി ഈ സാധനത്തിന് വെയിറ്റ് ചെയ്യുക. എങ്ങാനും ഇത് 33,000-നൊക്കെയാണ് 13 Pro Plus കണ്ടത്തിലോട്ട് ഇങ്ങനെ എടുത്തെറിഞ്ഞാൽ മതി. കാരണം എന്തിനാണ് അതൊന്നും ചോദിച്ചു പോകും. പക്ഷെ അത് വരാത്തടത്തോളം കാലം ഈ നിയോ 9 Pro വരുന്നത് വരെ അത് തന്നെ ആയിരിക്കും. ആ ഒരു കുറേ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയാം കുറേ ഫാൻസ് കുറേ ഫീച്ചേഴ്സ് ഉണ്ടെന്നൊക്കെ തള്ളുന്നുണ്ട്. പക്ഷെ എനിക്ക് കൊടുക്കുന്ന കാശിന് വാല്യൂ ആയിട്ട് തോന്നുന്നില്ല. അത് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത്. നോ, സമ്മതിക്കത്തില്ല. എൻ്റെ പോയിന്റ് ഞാൻ ഒരിക്കലും എഗ്രി ചെയ്യത്തില്ല. എൻ്റെ പേഴ്സണൽ പോയിന്റിൽ നിങ്ങൾക്ക് ഫൈനായിട്ട് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക. എന്നതിൻ്റെ ഫോൺ പൊട്ടയാന്നല്ല, പ്രൈസ് മോശമാണ്. പ്രൈസ് ഓഫ് ദ ഫോൺ ഡിറ്റർമൈൻസ് ഇറ്റ്സ് പെർഫോമൻസ് എന്നാണ് എൻ്റെ ഒരു ഫിലോസഫി. എനിവേ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും